ബൈബിൾ പഠന പാരായണ പരമ്പരയുടെ 70ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വായിക്കാനുള്ള ഭാഗങ്ങളിൽ ആദ്യത്തേത് സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായവും, രണ്ടാമത്തേത് നിയമാവർത്തന പുസ്തകം 23-ാം അധ്യായവും, മൂന്നാമത്തെ സങ്കീർത്തന പുസ്തകം 105-ാമത്തെ അധ്യായവുമാണ്. സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ അതൊരു കഥ പോലെ വായിക്കാവുന്ന വളരെ രസകരമായൊരു ഭാഗമാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ ഓടിപ്പോകുന്നു. അവർ ജെറീക്കോ പട്ടണത്തിന് എതിർവശത്തായിട്ട് പാളയം അടിക്കുന്നു. ആ സമയത്ത് അവരിങ്ങനെ അമോനിയർക്കൊക്കെ എതിരെ ചെയ്ത യുദ്ധം കണ്ട് അമോനിയരൊക്കെ തോൽപ്പിക്കുന്നത് കണ്ട് മൊവാബ് രാജാവ് ബാലക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം അസ്വസ്ഥനാകുകയാണ്. ബാലക്കിന് സ്വാഭാവികമായിട്ടും ഇസ്രായേൽ ജനം തന്നെയും ആക്രമിക്കും എന്നുള്ള പേടി വരുന്നു. അപ്പോൾ ബാലക്ക് ഈ മറ്റൊരു പ്രവാചകനായ ബാലാം എന്ന് പറഞ്ഞ പ്രവാചകനെ ഇസ്രായേലിനെതിരെ ശപിക്കാനായിട്ട് ആളെ അയച്ചു വരുത്തിക്കുന്ന ഭാഗമാണ് ഈ മൊത്തത്തിൽ ഈ അധ്യായത്തിലെ കഥ. രണ്ട് പേരുകൾ തമ്മിൽ സാമ്യമുണ്ട്, തെറ്റിപ്പോകാൻ പാടില്ല. ഒന്ന് മൊവാബിയുടെ രാജാവ് ബാലക്കാണ്, ബത്തോറിൻ്റെ പുത്രനായ ബാലാമാണ് പ്രവാചകനായിട്ട് ഇസ്രായേലിനെ ശപിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബാലക്ക് ബാലാമിൻ്റെ അടുത്തേക്ക് ആളെ അയക്കുന്നു. ബാലാമാകട്ടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവരെ ശപിക്കരുത് എന്നുള്ള സന്ദേശമാണ് ബാലാമിന് ലഭിക്കുന്നത്. അപ്പോൾ പ്രഭുക്കന്മാരെയാണ് ഈ ബാലക്ക് എന്ന് പറഞ്ഞ മൊവാബ് രാജാവ് ബാലാമിൻ്റെ അടുത്ത് അയച്ചിരിക്കുന്നു. പക്ഷേ ബാലാം അവരെ മടക്കി അയക്കുന്നു, വീണ്ടും അയക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക സമ്പത്തും ഒക്കെ കൊടുത്ത് അയക്കുന്നു. അപ്പോഴൊക്കെ ഈ ബാലാം ഈ പ്രഭുക്കന്മാരുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ എത്രത്തോളം സ്വർണമോ വെള്ളിയോ ഈ വീട് നിറയെ കൊണ്ടു തന്നാലും കർത്താവ് പറയുന്നതിന് വേണ്ടി വാക്ക് കൂടുതലോ കുറവോ പറയാനായിട്ട് പ്രവചിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. എന്ന് ഞാൻ മൂന്നാമതും ഈ പ്രഭുക്കന്മാർ വന്ന് നിർബന്ധിക്കുമ്പോൾ അവരുടെ കൂടെ പോകാനായിട്ട് കർത്താവിൽ നിന്നും അറിയിച്ച അരുൾപ്പാടനുസരിച്ച് ബാലാം തയ്യാറാകുന്നു. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവ് പറഞ്ഞതനുസരിച്ചാണ് ബാലാം പോണേ. പക്ഷെ പോയി കഴിയുമ്പോൾ പിറ്റേ ദിവസം അവൻ കഴുതിക്ക് ജീനിയൊക്കെ ഇട്ട് യാത്ര തിരിച്ചു കഴിയുമ്പോൾ അവൻ പോയതുകൊണ്ട് കർത്താവിൻ്റെ കോപം അവനെതിരെ ജ്വലിച്ചു എന്നൊക്കെയാണ് പറയാം. അത് ഇസ്രായേലിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ കഥ പോലെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെ നമുക്കറിയാലോ. ഒരു സംഭവം നടന്നിട്ട് പിന്നീട് ഒരുപാട് വർഷം കഴിയുമ്പോഴാണ് ഇങ്ങനെ എഴുതി വെക്കുന്നത്. അപ്പോൾ അവൻ പോയത് കർത്താവിൻ്റെ തീരുമാനപ്രകാരമാണ് എന്ന് എഴുതി വെക്കുന്നുണ്ട്. അതേസമയം പോയത് കർത്താവിന് ഇഷ്ടപ്പെട്ടില്ല എന്നും കൂടി എഴുതി വെക്കുന്നുണ്ട്. എന്തായാലും അവൻ പോകുന്നു, കഴുതയുടെ പുറത്ത് കയറി പോകുന്ന യാത്രയ്ക്കിടയിൽ ഈ കർത്താവിൻ്റെ ദൂതൻ അവന് തടസ്സമായിട്ട് നിൽക്കുന്നു. കഴുത ദൂതനെ കണ്ടുകൊണ്ട് മാറിപ്പോകുന്നു. അവൻ്റെ കാല് മതിലിൽ ഉരയുന്നു. അവൻ പിന്നെ കഴുത നിലത്തിരിക്കുന്നു. അവൻ കഴുതയെ ശാസിക്കുന്നു. പിന്നീട് കഴുതയ്ക്ക് കർത്താവ് സംസാര ശക്തി കൊടുക്കുന്നു. കർത്താവ് കഴുത ഈ യജമാനോട് പറയുന്നു, എന്തിനാണ് തല്ലിയത് എന്ന് പറയുന്നു. അപ്പോൾ ഈ ബാലാം പറയുന്നു, ഞാൻ നിന്നെ കൊല്ലുമായിരുന്നു, എൻ്റെ കയ്യിൽ ഒരു വാളുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ഇങ്ങനെ മുമ്പിൽ ബാലാമിന് പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് ബാലാമിൻ്റെ അടുത്ത് പറയുന്നു, നിന്റെ കഴുത മഴി മാറിപ്പോയത് ഞാൻ മുമ്പിൽ നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ്. അത് മാറിപ്പോയില്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നു കളയുമായിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതൊരു കഥയാണ്. കഴുതയ്ക്ക് സംസാര ശക്തി കിട്ടുന്നു എന്നൊക്കെ പറയുന്നത്. ഇറ്റ്സ് എ പ്യൂർ ഹിസ്റ്ററി എന്ന് പറയാൻ പറ്റില്ല, അതൊരു സ്റ്റോറി ടൈപ്പാണ്. എന്ത് തന്നെയാലും പറയുന്നതനുസരിച്ച് ഇങ്ങനെ ബാലാം പിന്നീട് ഇവരുടെ കൂടെ പോകുന്നു. ഇസ്രായേൽ എന്ന് പറയുന്നവരെ ശപിക്കുന്നതിന് പകരം അവരെ അനുഗ്രഹിച്ചു പോരുന്നു എന്നുള്ളതാണ്. അനുഗ്രഹിക്കുന്ന ഭാഗം അടുത്ത അധ്യായത്തിലാണ്. എന്തെങ്കിലും അതാണ് ഈ 22-ാമത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ട സംഭവമായിട്ട് കഥയായിട്ട് പറയുന്നത്. ഈ നിയമാവർത്തന പുസ്തകം 23-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് കർത്താവിൻ്റെ വിവിധ നിയമങ്ങളെക്കുറിച്ചാണ്. അതിന് പ്രത്യേകിച്ച് പറയുന്ന ആദ്യത്തെ ഭാഗത്ത് പറയുന്നത് കർത്താവിൻ്റെ സഭയിൽ പ്രവേശനമുള്ളവർ എന്നുള്ളതിനെക്കുറിച്ച്. ഇസ്രായേലിൻ്റെ ആ സഭ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചർച്ച് എന്നുള്ള അർത്ഥത്തിലല്ല, അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു കൂട്ടായ്മയിൽ പ്രവേശനം ഇല്ലാത്തവർ ആരൊക്കെയാണെന്ന് പറയുന്നു. പല കാറ്റഗറി പെട്ടുള്ളവരുണ്ട്. ഒന്ന് ഷണ്ടന്മാരായിട്ടുള്ളവർ, ലിംഗം ഛേദിക്കപ്പെട്ടവർ, വൃഷണം ഉടക്കപ്പെട്ടവർ എന്നൊക്കെ പറഞ്ഞൊരു ലിസ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ട്. അതിൽ തന്നെ പറയുന്നൊരു കൂട്ടരാണ് അമോന്യരും മൊവാബിരും ഇതിൽ പാടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊവാബിയുടെ രാജാവായ ബാലാഖ് ഈ ബാലാം എന്ന് പറഞ്ഞ പ്രവാചകനെ വിളിച്ചു കൂട്ടി ഇസ്രായേലിനെതിരെ ശപിക്കാനായിട്ട് തീരുമാനിച്ചു, നിയോഗിച്ചു എന്നുള്ളത് കൊണ്ട് അവരെ ഈ സഭയിലേക്ക് ഉൾപ്പെടുത്താൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം നിയമാവർത്തന പുസ്തകം 23-ാമത്തെ അധ്യായത്തിൽ പ്രത്യേകമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്താത്തത് എന്നതിൻ്റെ കഥയാണ് നമ്മൾ സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ വായിച്ചത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് 23-ാം അധ്യായത്തിൽ. പിന്നീട് പറയുന്ന പ്രധാനപ്പെട്ട ഹെഡിങ് ഈ പാളയത്തിൽ ഇസ്രായേലിൻ്റെ പാളയത്തിൻ്റെ അകത്തുള്ളവരും പുറത്തുള്ളവരുമായിട്ടുള്ള അല്ലെങ്കിൽ പാളയത്തിൻ്റെ വിശുദ്ധീകരണം എന്നുള്ള രീതിയിലാണ്. ഇസ്രായേൽക്കാരുടെ പാളയത്തിൽ ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങൾ, അതിൽ ഈ ഇറക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ പാളയത്തിന് പുറത്ത് പോകണം. ഈ മലമൂത്ര വിസർജനം അല്ലെങ്കിൽ എന്താ പറയുക ശുചിത്വപരമായ കാര്യങ്ങൾ പാളയത്തിന് പുറത്ത് ചെയ്യണം, മണ്ണിട്ട് മൂടണം എന്നൊക്കെ പറയുന്ന ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പാളയത്തിൻ്റെ ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളാണ് പിന്നീട് പറയുന്നത്.
പിന്നെ വീണ്ടും ഒത്തിരി നിയമങ്ങൾ 23-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പല പല കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഏതാനും ചില നിയമങ്ങൾ നമുക്ക് വീണ്ടും പ്രാവർത്തികമാക്കാനായിട്ട് ഇസ്രായേൽക്കാരുടെ ഇടയിൽ നിരന്തരമായിട്ട് പാലിച്ചിരുന്ന കാര്യങ്ങളാണ്. ഒന്ന് പറയുന്നത് ഈ പലിശയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. നീ പലിശയായിട്ട് പണമോ മറ്റു ഭക്ഷണ സാധനങ്ങളോ കൊടുക്കരുത് നിൻ്റെ സഹോദരന്. അതേസമയം വിദേശിക്ക് പരദേശിക്ക് അത് കൊടുക്കാം എന്നുള്ളൊരു ആശയമാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഭക്ഷണം നിനക്ക് വിശക്കുന്നു കഴിഞ്ഞാൽ നീ മുന്തിരിയൊക്കെ പറിച്ച് കഴിക്കാം, പക്ഷെ അത് പാത്രത്തിൽ ശേഖരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഗോതമ്പ് പറിച്ച് കഴിക്കാം, പക്ഷെ അത് പാത്രത്തിൽ ശേഖരിച്ചുകൊണ്ട് പോകാൻ പാടില്ല എന്ന് പറയുന്നത്. ഇസ്രായേൽക്കാർ സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകേണ്ട കുറച്ച് പ്രധാനപ്പെട്ട നിയമങ്ങൾ വീണ്ടും അതിൽ പറയുന്നുണ്ട്. അത് ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൻ്റെ നിയമമാണ്. അത് ഈ നിയമാവർത്തനം എന്ന് പറയുന്ന പുസ്തകം തന്നെ ഒരുപാട് നിയമങ്ങളുടെ സംഹിതയാണ്. അതിലുള്ള പ്രധാനപ്പെട്ട ഏതാനും ചില നിയമങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ ഭാഗം സങ്കീർത്തന പുസ്തകം 105-ാമത്തെ അധ്യായമാണ്. സങ്കീർത്തന പുസ്തകം 105-ാമത്തെ അധ്യായത്തിൽ ദൈവം ഇസ്രായേലിനെ നയിച്ച ദൈവം എന്നൊക്കെയാണ് അതിൻ്റെ ഹെഡിങ് തന്നെ. ദൈവത്തിനെ സ്തുതിക്കണം എന്നിട്ട് പറയുന്നത് ഇത്തിരി ലോങ് ആയിട്ട് ഇസ്രായേലിൻ്റെ ഹിസ്റ്ററി മുഴുവനും അതിൽ പറയാണ്. നിങ്ങൾ ദൈവത്തിനെ സ്തുതിക്കണം, ആരാധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഇസ്രായേൽക്കാർക്ക് ചെയ്ത വലിയ കാര്യങ്ങളെ എണ്ണി പറയുന്നു. അബ്രാഹത്തെ തിരഞ്ഞെടുത്തു, അബ്രാഹത്തിലൂടെ ദൈവം ഒരു ജനത്തെ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ അവരെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നു. പിന്നീട് യാക്കോബിൻ്റെ കാര്യം, പിന്നീട് ജോസഫിൻ്റെ കാര്യം, പിന്നീട് ജോസഫിൻ്റെ മക്കൾ ഈജിപ്തിലെത്തുന്ന കാര്യം, പിന്നെ ഈജിപ്തിൽ വെച്ച് അവർ ഈജിപ്തുകാരെ പീഡിപ്പിക്കപ്പെടുന്ന കാര്യം. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഈജിപ്തുകാർക്ക് ഇങ്ങനെ 10 ബാധകൾ കൊടുക്കുന്ന കാര്യം, അവർക്ക് തവള അല്ലെങ്കിൽ അവർക്ക് പാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത കാര്യമൊക്കെ വീണ്ടും സങ്കീർത്തകൻ ഏറ്റു പറയുകയാണ്. പിന്നീട് മോശയുടെയും മഹ്റോൻ്റെയും നേതൃത്വത്തിൽ ഇസ്രായേൽക്കാർ ഈജിപ്തിന് രക്ഷപ്പെട്ട് വരികയും മരുഭൂമിയിലൂടെയുള്ള അവരുടെ യാത്ര രേഖപ്പെടുത്തുകയും അവർക്ക് മന്നയും കാടപക്ഷിയും മറ്റ് വെളിച്ചമായിട്ട് മേഘസ്തംഭമായിട്ടൊക്കെ ദൈവമായ കർത്താവ് അവരെ സംരക്ഷിച്ച് വഴി നടത്തി എന്നുള്ള കാര്യമാണ് സങ്കീർത്തന പുസ്തകം ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ചിരിക്കുന്നത്. അതിൻ്റെ എൻഡിങ്ങിൽ ആണ് ഇതെന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ അവർ ദൈവത്തിൻ്റെ ചട്ടങ്ങളെ ആദരിക്കാനും നിയമങ്ങൾ അനുസരിക്കാനും വേണ്ടിയിട്ടാണ്. അതാണ് ഏറ്റവും അവസാനത്തെ സെൻസാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇങ്ങനെ ഇസ്രായേൽ ജനത്തെ ദൈവം തിരഞ്ഞെടുത്ത് വഴി നടത്തിയത് ദൈവത്തിൻ്റെ ചട്ടങ്ങൾ ആദരിക്കുകയും നിയമങ്ങൾ അനുസരിക്കുകയും ചെയ്യുക എന്നതിനാണ്. ആ നിയമങ്ങളാണ് നമ്മൾ ഈ നിയമാവർത്തന പുസ്തകത്തിൽ വിവിധ നിയമങ്ങൾ എന്നുള്ള രീതിയിൽ കുറേ വായിച്ചത്. ഇത് മൂന്നും കണക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കുക. ആദ്യത്തെ ഭാഗത്ത് ഈ ബാലാമിൻ്റെ കഥ, രണ്ടാമത്തെ ഭാഗത്ത് ഈ ബാലാമിൻ്റെ കഥ മൂലം ഇസ്രായേൽക്കാരും അമ്മോന്യരുമായിട്ട് ശത്രുതയിലാണ്. ഇസ്രായേൽക്കാരുടെ സഭയിൽ പോലും അമ്മോന്യരെ ഉൾപ്പെടുത്താൻ പാടില്ല എന്നുള്ള കാര്യം. മൂന്നാമത്തത് ഈ ഇസ്രായേലിനെ ദൈവം നയിച്ച വലിയ കാര്യമായിട്ട് സങ്കീർത്തനം പറയുന്നു. അതിൻ്റെ എൻഡിങ്ങിൽ ഇസ്രായേലിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും ആദരിക്കാനും അനുസരിക്കാനും വേണ്ടിയിട്ടാണ് ദൈവം അവർ തിരഞ്ഞെടുത്ത് എന്ന കാര്യം കൂടിയും പറയുന്നു. ഇത് 3 അധ്യായങ്ങളും പരസ്പരം ഇൻ്റർ കണക്റ്റഡാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അധ്യായം 22. ഇസ്രായേൽ യാത്ര തുടർന്ന് മൊവാബ് സമതലത്തിൽ ജോർദാനക്കരെ ജെറീക്കോയുടെ എതിർവശത്ത് പാളയമടിച്ചു. ഇസ്രായേൽ അമോര്യരോട് ചെയ്തതെല്ലാം സിപ്പോറിന്റെ മകൻ ബാലാക്ക് കണ്ടു. സംഖ്യാബലത്തിൽ മികച്ചു നിന്ന ഇസ്രായേലിനെ മൊവാബ് ഭയപ്പെട്ടു. അവരെ പ്രതി അവൻ ഭയചകിതനായി. മൊവാബ് മിദിയാനിലെ പ്രമാണികളോട് പറഞ്ഞു, കാള വയലിലെ പുല്ല് തിന്നുന്നത് പോലെ ഈ നാടോടികൾ നമ്മെ വിഴുങ്ങിക്കളയും. സിപ്പോറിന്റെ മകൻ ബാലാക്കായിരുന്നു അക്കാലത്ത് മൊവാബ്യരുടെ രാജാവ്. അവൻ അമാവിന്റെ ദേശത്ത് യൂഫ്രട്ടീസ് തീരത്തുള്ള പെത്തോറിലേക്ക് ദൂതനെ അയച്ച് ബയോറിന്റെ മകൻ ബാലാമിനോട് പറഞ്ഞു, ഈജിപ്തിൽ നിന്ന് ഒരു ജനത വന്ന് ഭൂമുഖം മൂടിയിരിക്കുന്നു. അവർ എനിക്കെതിരായി പാളയമടിച്ചിരിക്കുകയാണ്. അതിനാൽ നീ വന്ന് എനിക്ക് കീഴടക്കാൻ സാധിക്കാത്ത ഈ ജനത്തെ ശപിക്കുക. എങ്കിൽ അവരെ ഇവിടെ നിന്നും തോൽപ്പിച്ചോടിക്കാൻ എനിക്ക് സാധിച്ചേക്കും. നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുന്നു, നീ ശപിക്കുന്നവൻ ശപിക്കപ്പെടുന്നു എന്നെനിക്കറിയാം. മൊവാബിലെയും മിദിയാനിലെയും പ്രമാണികൾ പ്രശ്ന ദക്ഷിണയുമായി യാത്ര തിരിച്ചു. അവർ ബാലാക്കിന്റെ സന്ദേശം ബാലാമിനെ അറിയിച്ചു. ബാലാം അവരോട് പറഞ്ഞു, ഈ രാത്രി ഇവിടെ താമസിക്കുക. കർത്താവിൻ്റെ അരുളപ്പാടനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം. അങ്ങനെ മൊവാബിലെ പ്രഭുക്കന്മാർ ബാലാമിനോടുകൂടെ താമസിച്ചു. ദൈവം ബാലാമിന് പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, നിന്റെ കൂടെയുള്ള ഈ മനുഷ്യർ ആരാണ്? ബാലാം ദൈവത്തോട് പറഞ്ഞു, മൊവാബ് രാജാവായ സിപ്പോറിന്റെ മകൻ ബാലാക്ക് അയച്ചവരാണിവർ. അവർ പറയുന്നു, ഈജിപ്തിൽ നിന്ന് ഒരു ജനത വന്ന് ഭൂമുഖം മൂടിയിരിക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി അവരെ ശപിക്കുക. എങ്കിൽ യുദ്ധത്തിൽ അവരെ തോൽപ്പിച്ചോടിക്കാൻ എനിക്ക് കഴിഞ്ഞേക്കും.
ദൈവം ബാലാമിനോട് അരുളി ചെയ്തു, നീ അവരോട് കൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കയുമരുത്, എന്തെന്നാൽ അവർ അനുഗ്രഹീതരാണ്. ബാലാം രാവിലെ എഴുന്നേറ്റ് ബാലാക്കിന്റെ പ്രഭുക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുവിൻ. ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നത് കർത്താവ് നിരോധിച്ചിരിക്കുന്നു. മൊവാബ് പ്രഭുക്കന്മാർ തിരിച്ചു ചെന്ന് കൂടെ പോരുവാൻ ബാലാം വിസമ്മതിക്കുന്നുവെന്ന് ബാലാക്കിനെ അറിയിച്ചു. ബാലാക്ക് വീണ്ടും അവരെക്കാൾ ബഹുമാന്യരായ കൂടുതൽ പ്രഭുക്കന്മാരെ അയച്ചു. അവർ ബാലാമിന്റെ അടുക്കൽ വന്നു പറഞ്ഞു, സിപ്പോറിന്റെ മകൻ ബാലാഖ് അപേക്ഷിക്കുന്നു, ഒരു കാരണവശാലും എൻ്റെ അടുക്കൽ വരാതിരിക്കരുത്. ഞാൻ നിനക്ക് ബഹുമതികൾ നൽകാം. നീ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്തു തരാം. വന്നെനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കുക. ബാലാക്കിന്റെ സേവകരോട് ബാലാം പറഞ്ഞു, ബാലാക്ക് തന്റെ വീട് നിറയെ വെള്ളിയും സ്വർണവും എനിക്ക് തന്നാലും എന്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നതിൽ കൂടുതലോ കുറവോ ചെയ്യുക എനിക്ക് സാധ്യമല്ല. ഈ രാത്രി കൂടി നിങ്ങൾ ഇവിടെ താമസിക്കുവിൻ. കർത്താവ് കൂടുതൽ എന്തെങ്കിലും പറയുമോ എന്ന് അറിയട്ടെ. രാത്രിയിൽ ദൈവം ബാലാമിനോട് പറഞ്ഞു, ആ മനുഷ്യർ നിന്നെ വിളിക്കാൻ വന്നിരിക്കുന്നുവെങ്കിൽ എഴുന്നേറ്റ് അവരോടൊപ്പം പോകുക, എന്നാൽ ഞാൻ ആജ്ഞാപിക്കുന്നത് മാത്രമേ ചെയ്യാവൂ. ബാലാം രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് മൊവാബിലെ പ്രഭുക്കന്മാരോടൊപ്പം പുറപ്പെട്ടു. അവൻ പോയതുകൊണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. കർത്താവിന്റെ ദൂതൻ വഴിയിൽ അവനെതിരെ നിന്നു. കഴുതപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന ബാലാമിന്റെ കൂടെ 2 ഭൃത്യന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ ഊരിയ വാളുമായി വഴിയിൽ നിൽക്കുന്നത് കണ്ട് കഴുത വയലിലേക്ക് ചാടി. വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ബാലാം അതിനെ അടിച്ചു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ മുന്തിരിത്തോട്ടത്തിൽ ഇരുവശവും മതിലുള്ള ഇടുങ്ങിയ വഴിയിൽ നിന്നു. കർത്താവിന്റെ ദൂതനെ കണ്ട് കഴുത മതിലിനോട് ചേർന്ന് ഒതുങ്ങി. ബാലാമിന്റെ കാൽ മതിലിൽ ഉരഞ്ഞു. അവൻ കഴുതയെ വീണ്ടും അടിച്ചു. കർത്താവിന്റെ ദൂതൻ മുൻപോട്ട് പോയി ഇടം വലം തിരിയാനിടമില്ലാത്ത ഇടുങ്ങിയ സ്ഥലത്തു നിന്നു. ദൂതനെ കണ്ടപ്പോൾ കഴുത കിടന്നുകളഞ്ഞു. ബാലാമിന്റെ കോപം ജ്വലിച്ചു. അവൻ വടികൊണ്ട് കഴുതയെ അടിച്ചു. അപ്പോൾ കർത്താവ് കഴുതയ്ക്ക് സംസാരശക്തി നൽകി. 3 പ്രാവശ്യം എന്നെ അടിക്കാൻ ഞാൻ നിന്നോട് എന്തു ദ്രോഹം ചെയ്തു എന്ന് അത് ബാലാമിനോട് ചോദിച്ചു. ബാലാം കഴുതയോട് പറഞ്ഞു, നീ എന്നെ അവഹേളിച്ചു. വാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയുമായിരുന്നു. കഴുത ബാലാമിനോട് ചോദിച്ചു, ഇന്ന് വരെ നീ സഞ്ചരിച്ചിരുന്ന നിന്റെ കഴുതയല്ലേ ഞാൻ? ഇതിനു മുമ്പ് ഒരിക്കലെങ്കിലും ഞാൻ നിന്നോടിങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ബാലാം സമ്മതിച്ചു. അപ്പോൾ കർത്താവ് ബാലാമിന്റെ കണ്ണുകൾ തുറന്നു. ഊരിയ വാളേന്തി വഴിയിൽ നിൽക്കുന്ന കർത്താവിന്റെ ദൂതനെ കണ്ട് അവൻ കമിഴ്ന്നു വീണു. കർത്താവിന്റെ ദൂതൻ ബാലാമിനോട് പറഞ്ഞു, കഴുതയെ 3 പ്രാവശ്യം അടിച്ചതെന്തിന്? നിന്റെ യാത്ര വിവേകശൂന്യമാകയാൽ നിന്നെ തടയാൻ ഞാൻ വന്നിരിക്കുന്നു. ഈ 3 പ്രാവശ്യവും കഴുത എന്നെ കണ്ടാണ് തിരിഞ്ഞു പോയത്. അങ്ങനെ വഴി മാറിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ കൊല്ലുകയും അതിനെ വെറുതെ വിടുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ബാലാം കർത്താവിന്റെ ദൂതനോട് പറഞ്ഞു, ഞാൻ പാപം ചെയ്തുപോയി. അങ്ങ് എനിക്കെതിരെ വഴിയിൽ നിന്നത് ഞാൻ അറിഞ്ഞില്ല. ഇത് അങ്ങയുടെ ദൃഷ്ടിയിൽ തിന്മയെങ്കിൽ ഞാൻ തിരിച്ചു പോയിക്കൊള്ളാം. കർത്താവിന്റെ ദൂതൻ ബാലാമിനോട് പറഞ്ഞു, ഇവരുടെ കൂടെ പൊയ്ക്കൊള്ളുക. എന്നാൽ ഞാൻ നിന്നോട് പറയുന്ന വചനം മാത്രമേ നീ പറയാവൂ. ബാലാക്കിന്റെ പ്രഭുക്കന്മാരുടെ കൂടെ ബാലാം പോയി. ബാലാം വരുന്നു എന്ന് കേട്ട് ബാലാക്ക് അവനെ എതിരേൽക്കാൻ രാജ്യത്തിന്റെ അങ്ങേയറ്റത്തെ അതിർത്തിയിലുള്ള അർണോൺ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈർ മൊവാബ് വരെ ചെന്നു. ബാലാക്ക് ബാലാമിനോട് ചോദിച്ചു, നിന്നെ വിളിക്കാൻ ഞാൻ ആളയച്ചില്ലേ? എന്താണ് വരാതിരുന്നത്? നിനക്കുചിതമായ ബഹുമതി നൽകാൻ എനിക്ക് കഴിവില്ലെന്നോ? ബാലാം ബാലാക്കിനോട് പറഞ്ഞു, ഇതാ ഞാൻ വന്നല്ലോ. എന്നാൽ സ്വന്തമായി എന്തെങ്കിലും പറയാൻ എനിക്ക് കഴിവുണ്ടോ? ദൈവം തോന്നിക്കുന്ന വചനമാണ് എനിക്ക് പറയാനുള്ളത്. ബാലാം ബാലാക്കുമൊത്ത് കിരിയാത്ത് ഹൂസോത്തിൽ ചെന്നു. ബാലാക്ക് കാളകളെയും ആടുകളെയും ബലികഴിച്ച് ബാലാമിനും കൂടെയുണ്ടായിരുന്ന പ്രഭുക്കന്മാർക്കും അതിൽ നിന്ന് കൊടുത്തയച്ചു. പിറ്റേന്ന് ബാലാക്ക് ബാലാമിനെ ബാമോദ്ബാൽ എന്ന പൂജാഗിരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്ന് അവൻ ഇസ്രായേൽ പാളയത്തിന്റെ ഇങ്ങേയറ്റം കണ്ടു. അധ്യായം 23. വൃഷണം ഉടയ്ക്കപ്പെട്ടവനോ ലിംഗം ഛേദിക്കപ്പെട്ടവനോ
കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കരുത്. വേശ്യാപുത്രൻ കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കരുത്. 10ാമത്തെ തലമുറ വരെ അവൻ്റെ സന്തതികളും കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കരുത്. അമ്മോന്യരോ മൊവാബ്യരോ കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ 10ാമത്തെ തലമുറ പോലും കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കരുത്. എന്തെന്നാൽ നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോരുന്ന വഴിക്ക് അവർ നിങ്ങൾക്ക് അപ്പവും വെള്ളവും തന്നില്ല. നിങ്ങളെ ശപിക്കാൻ വേണ്ടി മെസൊപ്പൊട്ടാമിയായിലെ പെത്തോറിൽ നിന്ന് ബയോറിന്റെ മകനായ ബാലാമിനെ കൂലിക്കെടുക്കുകയും ചെയ്തു. എങ്കിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് ബാലാമിന്റെ വാക്ക് കേട്ടില്ല. നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് അവന്റെ ശാപത്തെ അവിടുന്ന് അനുഗ്രഹമായി മാറ്റി. ഒരു കാലത്തും അവർക്ക് ശാന്തിയോ നന്മയോ നിങ്ങൾ കാക്ഷിക്കരുത്. ഏദോമ്യരെ വെറുക്കരുത്. അവർ നിങ്ങളുടെ സഹോദരരാണ്. ഈജിപ്തുകാരെയും വെറുക്കരുത്. എന്തെന്നാൽ അവരുടെ രാജ്യത്ത് നിങ്ങൾ പരദേശികളായിരുന്നു. അവരുടെ 3ാം തലമുറയിലെ മക്കൾ കർത്താവിൻ്റെ സഭയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ. ശത്രുക്കൾക്കെതിരായി പാളയമടിക്കുമ്പോൾ നിങ്ങൾ എല്ലാ തിന്മകളിലും നിന്ന് വിമുക്തരായിരിക്കണം. സ്വപ്നസ്ഖലനത്താൽ ആരെങ്കിലും അശുദ്ധനായി തീർന്നാൽ അവൻ പാളയത്തിന് പുറത്തു പോകട്ടെ, അകത്ത് പ്രവേശിക്കരുത്. സായാഹ്നമാകുമ്പോൾ കുളിച്ച് ശുദ്ധനായി സൂര്യാസ്തമയത്തിന് ശേഷം അവന് പാളയത്തിനകത്തു വരാം. മലമൂത്ര വിസർജനത്തിനായി പാളയത്തിന് പുറത്ത് ഒരു സ്ഥലമുണ്ടായിരിക്കണം. ആയുധങ്ങളോടൊപ്പം നിനക്കൊരു പാരയുമുണ്ടായിരിക്കണം. മലവിസർജനം ചെയ്യുമ്പോൾ കുഴിയുണ്ടാക്കി മലം മണ്ണിട്ട് മൂടാനാണ് അത്. നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിനക്കേൽപ്പിച്ചു തരാനുമായി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ശുചിത്വമില്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ട് അവിടുന്ന് നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിനായി പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം. ഒളിച്ചോടി വന്ന് നിന്റെ അടുക്കൽ അഭയം തേടുന്ന അടിമയെ യജമാനൻ ഏൽപ്പിച്ചു കൊടുക്കരുത്. നിന്റെ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ഇഷ്ടമുള്ളിടത്ത് നിന്നോടുകൂടെ അവൻ വസിച്ചുകൊള്ളട്ടെ. അവനെ പീഡിപ്പിക്കരുത്. ഇസ്രായേൽ സ്ത്രീകളിൽ ആരും ദേവദാസികളാവരുത്. ഇസ്രായേൽ പുരുഷന്മാരും ദേവന്മാരുടെ ആലയങ്ങളിൽ വേശ്യാവൃത്തിയിൽ ഏർപ്പെടരുത്. വേശ്യയുടെ വേതനമോ നായയുടെ കൂലിയോ നിന്റെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിലേക്ക് നേർച്ചയായി കൊണ്ടുവരരുത്. ഇവ രണ്ടും അവിടത്തേക്ക് നിന്ദ്യമാണ്. നിന്റെ സഹോദരന് ഒന്നും പണമോ ഭക്ഷ്യസാധനങ്ങളോ മറ്റെന്തെങ്കിലുമോ പലിശയ്ക്ക് കൊടുക്കരുത്. വിദേശീയന് പലിശയ്ക്ക് കടം കൊടുക്കാം, എന്നാൽ നിന്റെ സഹോദരനിൽ നിന്ന് പലിശ വാങ്ങരുത്. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ സകല പ്രവൃത്തികളിലും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കേണ്ടതിനാണിത്. നിന്റെ ദൈവമായ കർത്താവിന് നേരുന്ന നേർച്ചകൾ നിറവേറ്റാൻ വൈകരുത്. അവിടുന്ന് നിശ്ചയമായും അത് നിന്നോട് ആവശ്യപ്പെടും. നീ കുറ്റക്കാരനാവുകയും ചെയ്യും. എന്നാൽ നേർച്ച നേരാതിരുന്നാൽ പാപമാകുകയില്ല. വാക്ക് പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. വാഗ്ദാനം ചെയ്തപ്പോൾ സ്വമേധയാ നിന്റെ ദൈവമായ കർത്താവിന് നേരുകയായിരുന്നു. അയൽക്കാരന്റെ മുന്തിരിത്തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നിനക്കിഷ്ടമുള്ളിടത്തോളം ഫലങ്ങൾ പറിച്ചു തിന്നുകൊള്ളുക. എന്നാൽ അവയിൽ ഒന്നുപോലും പാത്രത്തിലാക്കരുത്. അയൽക്കാരന്റെ ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ കൈകൊണ്ട് കതിരുകൾ പറിച്ചെടുത്തുകൊള്ളുക. അരിവാൾ കൊണ്ട് കൊയ്തെടുക്കരുത്. പുറപ്പാടിന്റെ കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുകയാണ് 105-ാം സങ്കീർത്തനം. ഒപ്പം കർത്താവിന്റെ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കാനുള്ള ഇസ്രായേലിന്റെ ബാധ്യതയും സങ്കീർത്തകൻ അനുസ്മരിക്കുന്നു.
അനുദിന ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകൾക്ക് നമുക്ക് നന്ദി പറയാം. അവിടുത്തെ വചനത്തോടുള്ള വിധേയത്വം ഏറ്റുചൊല്ലാം. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ, വിളിച്ചപേക്ഷിക്കുവിൻ. ആഹാ, കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. ആഹാ, കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുത്തെ പ്രവൃത്തികൾ ജനതകളുടെ ഇടയിൽ ഉദ്ഘോഷിക്കുവിൻ, ഉദ്ഘോഷിക്കുവിൻ, ഉദ്ഘോഷിക്കുവിൻ. അവിടുത്തേക്കു ഗാനമാലപിക്കുവിൻ, സ്തുതിഗീതങ്ങൾ ആലപിക്കുവിൻ. അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ, അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ. അവിടുത്തെ വിശുദ്ധനാമത്തിൽ അഭിമാനം കൊള്ളുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. ആഹാ, കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ. നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. അവിടുന്നു ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവൃത്തികളെ ഓർക്കുവിൻ. അവിടുത്തെ അത്ഭുതങ്ങളെയും ന്യായവിധികളെയും തന്നെ. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുത്തെ ദാസനായ അബ്രാഹത്തിൻ്റെ സന്തതികളെ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനായ യാക്കോബിന്റെ മക്കളെ ഓർമ്മിക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അവിടുത്തെ ന്യായവിധികൾ ഭൂമിക്കു മുഴുവൻ ബാധകമാകുന്നു. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുന്ന് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. തൻ്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും. അബ്രാഹത്തോടു ചെയ്ത ഉടമ്പടി ഇസഹാക്കിന് ശപഥപൂർവം നൽകിയ വാഗ്ദാനം തന്നെ. അവിടുന്ന് അത് യാക്കോബിന് ഒരു ചട്ടമായും ഇസ്രായേലിന് ശാശ്വതമായൊരു ഉടമ്പടിയായും സ്ഥിരീകരിച്ചു. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുന്നരുളി ചെയ്തു, നിനക്ക്
നിനക്കു നിശ്ചയിച്ച ഓഹരിയായി ഞാൻ കാനാൻ ദേശം നൽകും. അന്നവർ എണ്ണത്തിൽ കുറഞ്ഞവരും നിസാരരും അവിടെ പരദേശികളുമായിരുന്നു. അവർ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിലലഞ്ഞു നടന്നു. ആരും അവരെ പീഡിപ്പിക്കാൻ അവിടുന്ന് സമ്മതിച്ചില്ല. അവരെ പ്രതി അവിടുന്ന് രാജാക്കന്മാരെ ശാസിച്ചു. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. എന്റെ അഭിഷിക്തരെ തൊട്ടു പോകരുത്, എന്റെ പ്രവാചകർക്ക് ഒരു ഉപദ്രവവും ചെയ്യരുത് എന്നവിടുന്ന് ആജ്ഞാപിച്ചു. അവിടുന്നു നാട്ടിൽ ക്ഷാമം വരുത്തുകയും അപ്പമാകുന്ന താങ്ങ് തകർത്തു കളയുകയും ചെയ്തു. അപ്പോൾ അവർക്കു മുൻപായി അവിടുന്നൊരുവനെ അയച്ചു. അടിമയായി വിൽക്കപ്പെട്ട ജോസഫിനെ തന്നെ. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. അവന്റെ കാലുകൾ വിലങ്ങുകൊണ്ടു മുറിഞ്ഞു, അവന്റെ കഴുത്തിലിരുമ്പു പട്ടമുറുകി. അവൻ പ്രവചിച്ചത് സംഭവിക്കുവോളം കർത്താവിൻ്റെ വചനം അവനെ പരീക്ഷിച്ചു. രാജാവനെ ആളയച്ചു വിടുവിച്ചു. ജനതകളുടെ അധിപൻ അവനെ സ്വതന്ത്രനാക്കി. തൻ്റെ ഭവനത്തിൻ്റെ നാഥനും തൻ്റെ സമ്പത്തിൻ്റെ ഭരണാധിപനുമായി അവനെ നിയമിച്ചു. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. തൻ്റെ പ്രഭുക്കന്മാർക്ക് ഉചിതമായ ശിക്ഷണം നൽകാനും തൻ്റെ ശ്രേഷ്ഠന്മാർക്ക് ജ്ഞാനം ഉപദേശിക്കാനും അവനെ നിയോഗിച്ചു. അപ്പോൾ ഇസ്രായേൽ ഈജിപ്തിലേക്ക് വന്നു. യാക്കോബ് ഹാമിന്റെ ദേശത്തു ചെന്നു പാർത്തു. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. ദൈവം തൻ്റെ ജനത്തെ സന്താന പുഷ്ടിയുള്ളവരാക്കി. തങ്ങളുടെ വൈരികളെക്കാൾ ശക്തരാക്കി. തൻ്റെ ജനത്തെ വെറുക്കാനും തൻ്റെ ദാസരോട് കൗശലം കാണിക്കാനും വേണ്ടി അവിടുന്ന് അവരെ പ്രേരിപ്പിച്ചു. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ.
അവിടുന്ന് തൻ്റെ ദാസനായ മോശയെയും താൻ തിരഞ്ഞെടുത്ത അഹറോനെയുമയച്ചു. അവരവരുടെ ഇടയിൽ അവിടുത്തെ അടയാളങ്ങളും ഹാമിൻ്റെ ദേശത്ത് അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. അവിടുന്ന് അന്ധകാരമയച്ച് നാടിനെ ഇരുട്ടിലാക്കി. അവർ അവിടുത്തെ വചനത്തെ എതിർത്തു. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുന്നവരുടെ ജലമെല്ലാം രക്തമാക്കി. അവരുടെ മത്സ്യങ്ങൾ ചത്തൊടുങ്ങി. അവരുടെ നാട്ടിൽ തവളകൾ നിറഞ്ഞു. അവരുടെ രാജാക്കന്മാരുടെ മണിയറകളിൽ പോലും അവിടുന്ന് കൽപ്പിച്ചു. ഈച്ചകളും പേനും പറ്റമായി വന്ന് അവരുടെ നാട്ടിലെങ്ങും നിറഞ്ഞു. ആഹാ, കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുന്നവർക്ക് മഴയ്ക്കു പകരം കന്മഴ കൊടുത്തു. അവരുടെ നാട്ടിലെല്ലാം മിന്നൽ പിളർപ്പാഞ്ഞു. അവിടുന്നവരുടെ മുന്തിരിത്തോട്ടങ്ങളും അത്തിവൃക്ഷങ്ങളും തകർത്തു. അവരുടെ നാട്ടിലെ വൃക്ഷങ്ങൾ നശിപ്പിച്ചു. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ വെട്ടുക്കിളികൾ വന്നു. സംഖ്യാതീതമായി അവ വന്നു. അവ അവരുടെ നാട്ടിലെ സകല സസ്യങ്ങളും അവരുടെ വയലിലെ സകല വിളവുകളും തിന്നൊടുക്കി. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. അവരുടെ നാട്ടിലെ കടിഞ്ഞൂലുകളെ, പൗരുഷത്തിൻ്റെ ആദ്യ ഫലങ്ങളെ മുഴുവൻ അവിടുന്ന് സംഹരിച്ചു. അനന്തരം അവിടുന്ന് ഇസ്രായേലിനെ സ്വർണത്തോടും വെള്ളിയോടും കൂടെ മോചിപ്പിച്ചു, നയിച്ചു. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. അവന്റെ ഗോത്രങ്ങളിൽ ഒരുവനും കാലിടറിയില്ല. അവർ പുറപ്പെട്ടപ്പോൾ ഈജിപ്ത് സന്തോഷിച്ചു. എന്തെന്നാൽ അവരെ പറ്റിയുള്ള ഭീതിയതിൻ്റെ മേൽ നിപതിച്ചിരുന്നു. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ,
കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുന്നവർക്കു തണലിനു വേണ്ടി ഒരു മേഘത്തെ വിരിച്ചു. രാത്രിയിൽ പ്രകാശം നൽകാൻ അഗ്നി ജ്വലിപ്പിച്ചു. അവർ ചോദിച്ചു, അവിടുന്ന് കാടപ്പക്ഷികളെ കൊടുത്തു. അവർക്കു വേണ്ടി ആകാശത്തു നിന്നു സമൃദ്ധമായി അപ്പം വർഷിച്ചു. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുന്ന് പാറ തുറന്ന് വെള്ളം പൊട്ടിയൊഴുകി. അത് മരുഭൂമിയിലൂടെ നദി പോലെ പ്രവഹിച്ചു. എന്തെന്നാൽ അവിടുന്നു തന്റെ വിശുദ്ധ വാഗ്ദാനത്തെയും തന്റെ ദാസനായ അബ്രാഹത്തെയും അനുസ്മരിച്ചു. അവിടുന്നു തന്റെ ജനത്തെ സന്തോഷത്തോടെ, തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഗാനാലാപത്തോടെ നയിച്ചു. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുന്നു ജനതകളുടെ ദേശങ്ങൾ അവർക്കു നൽകി. ജനതകളുടെ അധ്വാനത്തിൻ്റെ ഫലമവർ കൈയടക്കി. അവർ എന്നെന്നും തൻ്റെ ചട്ടങ്ങൾ ആദരിക്കാനും തൻ്റെ നിയമങ്ങൾ അനുസരിക്കാനും വേണ്ടി തന്നെ കർത്താവിനെ സ്തുതിക്കു